മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി ഇപ്പോഴും ദർബാർ ഹാളിലാണുള്ളത്. അവസാന നിമിഷങ്ങളിലാണിപ്പോൾ ഉള്ളത്. സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പ്രിയ ജനനായകൻ. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെല്ലാം ദർബാർ ഹാളിലേക്ക് എത്തി. 1 മണിയോടെ കൻ്റോൺമെൻറ്റ് ഗേറ്റ് വഴിയുള്ള ക്യൂ അവസാനിച്ചിരുന്നു. അതിനുശേഷം അവസാനമെത്തിയ ആളുകളെ കൂടി കടത്തിവിട്ട് പൊതുദർശനം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. അല്പസമയത്തിനകം ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കും. നേതാക്കളെല്ലാം എഴുന്നേറ്റു. അതിനർത്ഥം ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിലാപയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. വിലാപയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ കടന്നു പോകും. അതിനുശേഷം കൊല്ലം ജില്ലയിലേക്കും കൊല്ലത്ത് നിന്ന് പിന്നീട് ആലപ്പുഴ ജില്ലയിലേക്കും കടക്കും. ആലപ്പുഴയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജില്ലാ കമ്മിറ്റി ഏറ്റുവാങ്ങും. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമാണ്, അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയഭൂമി ഏതെന്ന് ചോദിച്ചാൽ അതിന് ആലപ്പുഴ എന്നല്ലാതെ മറ്റൊരു ഉത്തരമുണ്ടാവില്ല. 6 പതിറ്റാണ്ടിലേറെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കണ്ടത് തിരുവനന്തപുരം നഗരമാണ്, തലസ്ഥാനമാണ്. അവിടെ നിന്നുള്ള അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. 1965 ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത് അദ്ദേഹം 65-ലാണ്. 67-ലാണ് അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരുവനന്തപുരത്തുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത് 1980-ലാണ്. 85-ൽ പോളിറ്റ് ബ്യൂറോ അംഗമാവുന്നു. 2001 തൊട്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൽ പ്രധാനപ്പെട്ട റോളുകളിലേക്ക് അദ്ദേഹം എത്തുന്നു. അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ്. 2006-ൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. 2011-ൽ വീണ്ടും പ്രതിപക്ഷ നേതാവാകുന്നു. 2001-ൽ പ്രതിപക്ഷ നേതാവ്. 2006-ൽ കേരള മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ വീറുറ്റ പൊതുജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹം എന്നും ഏറ്റവും ജനകീയനായി, അവശർക്കും ആലംബഹീനർക്കും ഒരു അത്താണിയായി എന്നും അദ്ദേഹം നിലകൊണ്ടു. ഇപ്പോൾ മൃതദേഹം പൊതുദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങളായി അദ്ദേഹം നിശബ്ദ ജീവിതത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ ഉയർത്തുന്നത് കേട്ടിട്ടില്ല. അദ്ദേഹം 2019-ൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സ്ട്രോക്ക് വരികയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. പിന്നെ അദ്ദേഹത്തെ പൊതുവേദികളിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ സമയത്ത് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കേരള ജനത, VS ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, VS ഉണ്ടായിരുന്നെങ്കിൽ, VSന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ VS ഇങ്ങനെ പറഞ്ഞേനെ എന്ന് പറഞ്ഞ് പലതവണ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. 2019-ന് ശേഷം അദ്ദേഹം പിന്നെയും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനത്ത് അദ്ദേഹം 2 വർഷം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വിശ്രമ ജീവിതത്തിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തും വായനയും ഒക്കെ ഉണ്ടായിരുന്നു. പല സമയത്തും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ ആശാസമരം പോലെയൊക്കെയുള്ള പല സമയത്ത് അഴിമതി ആരോപണങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം VSൻ്റെ സാന്നിധ്യം നമ്മൾ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. VS എന്ന നേതാവില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കേരളത്തിലെ ചില കാര്യങ്ങളെങ്കിലും ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ ഔപചാരികമായുള്ള യാത്ര അയപ്പ്, അങ്ങനെ വേണം പറയാൻ. മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് ഔദ്യോഗികമായുള്ള വിട വാങ്ങൽ നടക്കുകയാണ്. പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുള്ള അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാവിലെ 9 മണിയോടെ ദർബാർ ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. ഇപ്പോൾ കൃത്യസമയത്ത് തന്നെ ഈ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉണ്ടായിരുന്നത്.
KSRTCയുടെ പ്രത്യേക ലോ ഫ്ലോർ ബസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര. കേരളത്തിൽ ആ ലോ ഫ്ലോർ ബസ് വരുന്നത് VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അദ്ദേഹമാണ് ആ ബസ് സർവീസിന് ഫ്ലാഗ് ഓഫ് നടത്തിയത് എന്നതും കൗതുകമുള്ളൊരു കാര്യമാണ്. വിലാപയാത്ര ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വിലാപയാത്രയിൽ അദ്ദേഹത്തെ കാണാനും ഉള്ളിൽ കയറി ആദരാഞ്ജലി അർപ്പിക്കാനും സൗകര്യം ഉള്ള തരത്തിലാണ് ഈ ബസ് സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണ KSRTC ബസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലാസ് പാർട്ടീഷനാണ് ആ ബസ്സിൻ്റെ ഒരു പ്രത്യേകത. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, അവസാന നിമിഷങ്ങളിലേക്ക്, തിരുവനന്തപുരത്തെ VSൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രീജ, 6 പതിറ്റാണ്ട് VSന്റെ കർമ്മമേഖലയായിരുന്നു തിരുവനന്തപുരം ജില്ലാ തലസ്ഥാനം. സെക്രട്ടേറിയറ്റും ഇവിടുത്തെ നിയമസഭാ മന്ദിരം പറയുമ്പോൾ പഴയ നിയമസഭാ മന്ദിരം, അതുപോലെ തന്നെ ഇപ്പോൾ നിയമസഭാ മന്ദിരമെല്ലാം VSന്റെ പ്രവർത്തന മേഖലയായിരുന്നു. നിരവധി പോരാട്ടങ്ങൾ, അത് നിയമസഭാ സാമാജിക നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, അതുപോലെ തന്നെ പിന്നീട് മുഖ്യമന്ത്രിയായും പോരാട്ടങ്ങളായിരുന്നു VSന്റെ ജീവിതത്തിന്റെ ആകെത്തുക. ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ രാവിലെ സിനിമാ താരം കൂടിയ അരിസ്റ്റോ സുരേഷ് പറഞ്ഞതുപോലെ VS അല്ല, സമരമാണ്, പോരാട്ടമാണ്. VS എന്ന് പറഞ്ഞ അക്ഷരാർത്ഥം അതായിരുന്നു. സമരവും പോരാട്ടവുമായിരുന്നു VS. ആ VS ആണ് തന്റെ പോരാട്ട ഭൂമികയോട് വിട പറയുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗികമായി തന്നെ സർക്കാർ VSനെ യാത്രയയക്കും. പോലീസ് ഉദ്യോഗസ്ഥർ അകമ്പടി സേവിക്കും. ഔദ്യോഗിക യാത്രയയപ്പ് VSന് ഇവിടെ നിന്ന് ഈ സർക്കാർ നൽകും. ദർബാർ ഹാൾ അദ്ദേഹത്തിന്റെ കർമ്മമേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഇടമായിരുന്നു. ദർബാർ ഹാൾ നിരവധി പ്രസംഗങ്ങൾ, നിരവധി പ്രഭാഷണങ്ങൾ VSന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കർമ്മമേഖലയോട് കേരളത്തിന്റെ ജനനേതാവ് വിട പറയുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന് നോർത്ത് ഗേറ്റ്, നിരവധി സമര പോരാട്ടങ്ങൾക്ക് വേദിയായ നോർത്ത് ഗേറ്റ്, VSന്റെയും നിരവധി പ്രസംഗങ്ങൾക്ക്, സമരങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ എല്ലാ ആർജവത്തോടു കൂടിയുള്ള നിരവധി മാർച്ചുകൾക്ക് വേദിയായ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റ്, അത് പിന്നിട്ട് VS എന്ന ജനനായകൻ മറയുകയാണ്. VS ജനനായകൻ തിരിച്ചുവരവില്ലാത്ത യാത്ര അദ്ദേഹത്തിന്റെ പ്രിയ ഭൂമികയിലേക്ക് നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക്, പുന്നപ്ര വടക്ക് അദ്ദേഹത്തിന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക്. അദ്ദേഹം വെന്തലത്തറയ്ക്കൽ ശങ്കരൻ അച്യുതാനന്ദനാണ്. ആ അച്യുതാനന്ദനാണ് പിന്നീട് VS എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനായി പരിണാമപ്പെട്ടത്, രൂപമാറ്റമുണ്ടായത് അദ്ദേഹത്തെ. കാരണം അദ്ദേഹത്തിന്റെ ജനിച്ച വീടിന്റെ പേര് വെന്തലത്തറയ്ക്കൽ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ആ വീട്, വിവാഹത്തിന് ശേഷം ആ വീട് ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് ആ വീട് വാങ്ങുകയായിരുന്നു. അവിടെയാണ് പിന്നീട് വേലിക്കകത്ത് വീടായത് മാറിയത്. പിന്നീട് VSന്റെ വിലാസമായി അത് മാറി. VS തിരുവനന്തപുരത്തെത്തുമ്പോഴും ലോ കോളേജ് ജംഗ്ഷൻ അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് VS മാറി ഒരു വീട് വാങ്ങുമ്പോഴും അതിന് വിട്ട പേര് വേലിക്കകത്ത് വീട്ടിൽ നിന്നാണ്. ഭൂരിപക്ഷ ജനസമൂഹത്തിന് അറിയാവുന്നത് VS വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടുപേര് അതായിരുന്നില്ല. ഏതായാലും ആ VS അച്യുതാനന്ദൻ, VS എന്ന രണ്ടക്ഷരം വിട പറയുകയാണ് തലസ്ഥാനത്തോട്. തന്റെ കർമ്മഭൂമികയോട് അദ്ദേഹം വിട പറയുകയാണ്. അതിനെ എല്ലാ ആദരവും ഒരുക്കി, എല്ലാ ആരാധനയോടും കൂടി കേരളീയ സമൂഹം, അത് രാഷ്ട്രീയ ഭേദമന്യേ, നമുക്കറിയാം ഇന്നലെ അദ്ദേഹത്തിന്റെ ആരോഗ്യം തീരെ മോശമാണ്. ഒരു